AI ഇന്റഗ്രേറ്റഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം മറ്റു പല മേഖലകളിലും മാനുഷികമായി ചെയ്യുന്ന കാര്യങ്ങളെ ഓട്ടോമേറ്റ് ചെയ്യുന്നതാണ് AI എങ്കിൽ അക്കൗണ്ടിംഗ് മേഖലയിൽ അതിലും റെവല്യൂഷണറി ആയിട്ടുള്ള മാറ്റമാണ് AI സിസ്റ്റം ഇന്റഗ്രേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിംഗ് രീതികൾ നിലവിൽ വന്നാൽ സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇവിടെ അക്കൗണ്ടൻസ് ചെയ്യാൻ പോകുന്നത് ഇതുവരെയായി കമ്പ്യൂട്ടറിൽ ഓട്ടോമേറ്റ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ കമ്പ്യൂട്ടറിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയായിരിക്കും. അതായത് നിലവിൽ കമ്പനികൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ അതിനോട് ചേർത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടാസ്കുകൾ ചെയ്യാൻ വേണ്ടി പ്രാപ്തമാക്കുക. നിലവിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മേഖലയാണ് അക്കൗണ്ടിംഗ് എന്ന് വെച്ചാൽ ഓൾറെഡി ഓട്ടോമേറ്റഡ് ആണ്. ഇവിടെ അതുക്കും മേലെ നിൽക്കുന്ന ഒരു ഇന്റഗ്രേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ട് വലിയ ശക്തികൾ ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൈ ഇമ്പാക്ട് ആയിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത്. നിലവിൽ അക്കൗണ്ടിംഗ് മേഖലയിൽ പ്രൈമറി എൻട്രി, അതായത് വൗച്ചറിൽ നിന്നും ബില്ലിൽ നിന്നും ഒക്കെ ഡീറ്റെയിൽസ് ആദ്യമായിട്ട് സോഫ്റ്റ്വെയറിലേക്ക് ഫീഡ് ചെയ്യുന്ന ഒരു രീതി. അത് ഡേ വൈസിൽ ഒരു അക്കൗണ്ടിന് സമയമെടുത്താണ് എൻട്രി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള പണമിടപാടുകളുടെ നിയമം അനുസരിച്ച് എത്ര ചെറിയ കച്ചവടക്കാരനാണെങ്കിലും ക്യാഷ് ട്രാൻസാക്ഷൻ 99% ഡിജിറ്റൽ മാർഗങ്ങളിലൂടെയാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ബാങ്കിന്റെ ഇന്റർമീഡിയേഷൻ അവിടെ തീർച്ചയായിട്ടും സംഭവിക്കുന്നുണ്ട്. ഇത്തരത്തില് ബാങ്കിനോട് നടക്കുന്ന കൊടുക്കൽ വാങ്ങലുകൾ നേരിട്ട് മനസ്സിലാക്കി ഒരു വ്യക്തിയുടെ സഹായം ഇല്ലാതെ ഡയറക്റ്റ് ആയി അതിനെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു രീതി വന്നാലോ? അതാണ് വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പാതി വഴിയിൽ നിൽക്കുന്ന AI ഇന്റഗ്രേറ്റഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനിയിപ്പോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ബാങ്ക് ത്രൂ ആയിരിക്കില്ലല്ലോ. അതുപോലെ ചെറിയ എമൗണ്ടിന്റെ ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിലും ബാങ്കിൽ റെക്കോർഡ് കാണില്ല. അവിടെയാണ് മുൻപ് നമ്മൾ ചെക്കുകളൊക്കെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ടെക്നോളജിയെ പറ്റി പറയേണ്ടത്. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ OCR. ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷന്റെ പ്രൂഫ്സ് ഇത്തരത്തിലുള്ള ടെക്നോളജി ഉപയോഗിച്ച് സോഫ്റ്റ്വെയറിന്റെ ഡയറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റും. അതും ജസ്റ്റ് വിത്ത് ദോസ് വെർച്വൽ കോപ്പീസ്. അത് മാത്രമല്ല, ചാറ്റ് ബോട്ടുകളോട് സംസാരിച്ചുകൊണ്ടും ടൈപ്പ് ചെയ്തുകൊണ്ടും കാര്യങ്ങൾ നേടുന്ന ഈ കാലത്ത് ബിസിനസ്സിൽ ഇന്ന് നടന്ന ഒരു ക്യാഷ് ഡീലിംഗ്സിന്റെ ജസ്റ്റ് ഒരു ഡീറ്റെയിൽസ് ഒരു വോയിസ് നോട്ട് ആയിട്ട് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന ലാഘവത്തോടെ നിങ്ങളുടെ ആ പണിയും പൂർത്തിയായിരിക്കുകയാണ്. അപ്പോ ഇത്തരത്തില് അക്കൗണ്ടിംഗ് മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ അല്പം ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിലേ ഓട്ടോമേഷൻ ചെയ്ത് കഴിഞ്ഞ മേഖലയാണ് അക്കൗണ്ടിംഗ്. ആകെ കൂടി ഈ മേഖലയിൽ മനുഷ്യൻ ചെയ്യുന്നത് ഈ പ്രൈമറി എൻട്രി മാത്രമാണ്. അവിടെയും AI വന്നാലോ? ഒരുപാട് ആലോചിക്കേണ്ട. തീർച്ചയായും റീപ്ലേസ്മെന്റ്സ് ഉണ്ടാകും. ഒരു ബേസ് ലെവൽ അക്കൗണ്ടിംഗ് വർക്ക് ചെയ്യുന്നവരൊക്കെ മാറ്റപ്പെടാം. അതുകൊണ്ട് കോൺഷ്യസ് ആയിരിക്കുക. അക്കൗണ്ട്സ് മാനേജർ എന്നോ അക്കൗണ്ട്സ് അനലിസ്റ്റ് എന്നോ ഒക്കെയുള്ള രീതിയിൽ സ്വയം അപ്സ്കിൽഡ് ആവുക. എന്താണെങ്കിലും ഇത് നിർമ്മിത ബുദ്ധിയാണ്. അതിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. കാരണം ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്? അപ്പോൾ ഈ വീഡിയോസ് ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. അക്കൗണ്ടിംഗ് മേഖലയിലെ പുതിയ AI സാന്നിധ്യവും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്